എന്താണ് മുത്തപ്പന് നമ്മുടെ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലിനോട് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് വരാം. ആ രാജാവിന്റെ ഭരണം പോലെ ഉണ്ടാവും പ്രജകൾ കൂടെ നിൽക്കുന്നത് അല്ലെ. പ്രജകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭരണം രാജാവ് കാഴ്ചവെച്ചാൽ രാജാവിനെ പരാജയപ്പെടുത്താൻ പ്രജകൾക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സത്യം പണ്ടേ സത്യമേവ അല്ലെ, സത്യധർമാദികൾ പാലിക്കപ്പെടുന്ന കാലത്ത് ജനാധാരി ഒന്ന് മുത്തപ്പൻ കൂടെ നിൽക്കണം എന്നിരിക്കുന്നതായ ഉത്തമമായിരിക്കുന്ന ആ ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നേവരെക്കും അങ്ങനെ വിളിക്കണം സത്യത്തെ. അപ്പോ മുത്തപ്പൻ എന്താ പറഞ്ഞത് എന്ന് കെ.എൻ. ബാലഗോപാൽ സഖാവിന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. മുത്തപ്പൻ വളരെ സിമ്പിളായിട്ട് ജനാധിപത്യം എന്താണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. അതായത് ജനങ്ങൾക്ക്, പ്രജകൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ രാജാവ് ഭരിച്ചാൽ ആ രാജാവിനെ മാറ്റാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മുത്തപ്പൻ പറഞ്ഞു തന്നത്. മുത്തപ്പൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് കെ.എൻ. ബാലഗോപാൽ സഖാവിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബാലഗോപാൽ സഖാവിന് മാത്രമല്ല, കേരളത്തിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബാലഗോപാൽ സഖാവിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്നറിയാമോ? ഈ കാര്യത്തെപ്പറ്റി രാജാവിനോട് എങ്ങനെ പറയും എന്നുള്ളതാണ് ബാലഗോപാൽ സഖാവിനെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ കൂടി മുത്തപ്പൻ പറഞ്ഞത് മറക്കണ്ട. രാജാവിൻ്റെ ഭരണം പ്രജകർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ രാജാവിനെ മാറ്റാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ആരും മറക്കണ്ട. ബാലഗോപാൽ സഖാവും മറക്കണ്ട, കേരളത്തിലെ CPM പാർട്ടിയും മറക്കണ്ട.